ജീവിതം കരുപ്പിടിപ്പിക്കാൻ പ്രവാസ ജീവിതം തെരഞ്ഞെടുത്ത നമ്മുടെ 24 സഹോദരങ്ങൾക്കാണ് ജീവൻ നഷ്ടമായത്. 21 പേരുടെ മൃതദേഹം ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 7 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട് എന്നതാണ് വിവരം. കുവൈറ്റിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അരുൺ പാറാട്ട് വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 21 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന വിശദാംശമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാൾ കൂടി മരണമടഞ്ഞു എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങൾ. തീർച്ചയായും അതിന്റെ സൂചിപ്പിച്ച പോലെ തന്നെ കുവൈറ്റ് തീപിടുത്തത്തിൽ 49 ആളുകൾക്കാണ് ജീവഹാനി സംഭവിച്ചത്. സർക്കാർ വൃത്തങ്ങൾ ഇതാണ് നമ്മോട് അറിയിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് മരിച്ചവരിൽ 45 ആളുകളും ഇന്ത്യക്കാരാണ് എന്നാണ് കുവൈത്തിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ 21 മലയാളികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ പത്തനംതിട്ട സ്വദേശികളാണ് കൂടുതലായിട്ടുള്ളത്. 6 പത്തനംതിട്ട സ്വദേശികളാണ് മരിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നെടുമങ്ങാട് സ്വദേശിയായിട്ടുള്ള അരുൺ ബാബുവിന്റെ മരണമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മരിച്ച മറ്റുള്ളവരിൽ 5 പേർ തമിഴ്നാട്ടുകാരാണ്, 3 പേർ ഫിലിപ്പിനോ സ്വദേശികളാണ്, ഒരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യൻ വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് ഉൾപ്പെടെയുള്ള ആളുകൾ കുവൈത്തിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹം കുവൈത്തിലേക്ക് എത്തിയത്. കുവൈത്തിലെ ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സ്വൈക്ക് അദ്ദേഹത്തെ നേരിട്ട് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. അവിടെ നിന്ന് അദ്ദേഹം നേരെ പരിക്കേറ്റ ഇന്ത്യക്കാരെ ചികിത്സിക്കുന്ന ആശുപത്രിയിലേക്കാണ് എത്തിയത്. അവിടെ വെച്ച് ചികിത്സയിലുള്ള ആളുകളെ അദ്ദേഹം സന്ദർശിച്ചു. 27ഓളം ആളുകളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. അതിൽ തന്നെ 7 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാട്ടിൽ എത്തിക്കുന്നതിനും അതോടൊപ്പം തന്നെ പരിക്കേറ്റ ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ നൽകുന്നതിനും അടക്കമുള്ള പ്രവർത്തനങ്ങൾക്കായിരിക്കും മന്ത്രി ഇനിയിപ്പോൾ ഏകോപനം നടത്തുക. മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹം ഉടൻ തന്നെ നാട്ടിലെത്തിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പുരോഗമിക്കുന്നത്. വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാവരുടെയും മൃതദേഹങ്ങൾ ഒരുമിച്ച് എത്തിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ആലോചനയിലുണ്ട് എന്നാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ അധികൃതർ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും കുവൈത്ത് വിദേശകാര്യമന്ത്രിയുമായും ഇന്ന് ഇപ്പോൾ മന്ത്രി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അതിനിടെ ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ വിമാനം തയ്യാറാക്കാൻ കുവൈത്ത് ആഭ്യന്തരമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ യോജിച്ച പ്രവർത്തനമായിരിക്കും ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തുക. ദുരന്തത്തിൽ പരിക്കേറ്റവരെ കുവൈത്ത് മന്ത്രിമാരും നേരിട്ടെത്തി തന്നെ സന്ദർശിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുവൈത്ത് വിദേശകാര്യമന്ത്രി അബ്ദുള്ള ലഹീം അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രിയുമാണ് ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിൽ നേരിട്ടെത്തി സന്ദർശിച്ചത്. ഇവർക്ക് മികച്ച പരിചരണം നൽകുമെന്ന് തന്നെയാണ് മന്ത്രിമാർ വ്യക്തമാക്കിയത്. അതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ ശക്തമായ നടപടികളുമായും ഒരു ഭാഗത്ത് കുവൈത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. തീപിടുത്തം സംഭവം അന്വേഷിക്കുന്നതിന് അഹമ്മദി അതോടൊപ്പം തന്നെ മുബാറക് അൽ കബീർ ഗവർണറേറ്റുകളിലെ പബ്ലിക് പ്രോസിക്യൂഷൻ വിഭാഗത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് നിന്നും പരിക്കേറ്റ് ആശുപത്രിയിൽ ഉള്ള ആളുകളിൽ നിന്നും അടക്കം ഈ ഒരു പ്രത്യേക അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സംഭവത്തിൽ പ്രത്യേക അന്വേഷണം നടത്തുമെന്ന് മുനിസിപ്പാലിറ്റി വകുപ്പും ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരം നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മുനിസിപ്പാലിറ്റിക്കും അതോടൊപ്പം തന്നെ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനും ആഭ്യന്തരമന്ത്രി ഇന്നലെ തന്നെ നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അനധികൃതമായ ആളുകളെ താമസിപ്പിക്കുന്ന കെട്ടിടങ്ങൾ കണ്ടെത്താൻ രാജ്യവ്യാപകമായി തന്നെ ഇപ്പോൾ പരിശോധന വ്യാപകമാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നിരവധി കെട്ടിടങ്ങളിൽ അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി എടുക്കണമെന്ന് അധികൃതർ നിർദ്ദേശിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് കുവൈത്ത് ഭരണകൂടം. അനുജ. അരുൺ, ചികിത്സയിൽ കഴിയുന്നതിൽ 7 പേർ ഗുരുതരാവസ്ഥയിൽ എന്നുള്ള വിവരമാണ് നേരത്തെ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഏതൊക്കെ ആശുപത്രികളിൽ കഴിയുന്നുണ്ട്? അതിൽ ഈ 7 പേർ എന്ന് പറയുന്നത് അവർ മലയാളികളാണോ? തീർച്ചയായും ഇവർ കുവൈത്തിലുള്ള വിവിധ ആശുപത്രികളിലാണ് 5 ആശുപത്രികളിലാണ് ഇവർ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ 7 പേർ ICUയിലാണ് എന്നുള്ള വിവരം മാത്രമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് എന്നുള്ളതിന് കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന്റെ സർക്കുലർ അടക്കം വരേണ്ടതുണ്ട്. എന്തായാലും ഇവർക്ക് കൃത്യമായിട്ടുള്ള പരിചരണം നൽകുമെന്ന് കുവൈത്ത് ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ നൽകുന്ന സാഹചര്യമുണ്ട്. ആശുപത്രിയിൽ എത്തി നേരിട്ട് തന്നെ ഈ ദുരന്തത്തിൽ പരിക്കേറ്റ ആളുകളെ കുവൈത്ത് മന്ത്രിമാർ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് കുവൈത്ത് പൂർണ്ണമായി ഇവർക്കൊപ്പം നിൽക്കുന്നു, ഈ പരിക്കേറ്റവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ള സന്ദേശം തന്നെയാണ് രാജ്യം നൽകുന്നത്. അനുജ. അതെ, അതിൽ ഞാൻ ചോദിച്ചപ്പോൾ ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരിലും മലയാളികൾ ഉണ്ട് എന്ന തരത്തിലേക്ക് നമുക്ക് വിവരങ്ങൾ വരുന്നുണ്ടോ?
അരുൺ. അതായത് ഈ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുഴുവൻ ആളുകളും മലയാളികൾ തന്നെയാണ് എന്നുള്ള വിവരമാണ്. ഇത് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞ വിവരം തന്നെയായിരുന്നു. 27 ആളുകളാണ് ആശുപത്രിയിലുള്ളത്. 27 ആളുകളും കൃത്യമായി തന്നെ മലയാളികളാണ് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നലെ ഉറക്കത്തിലായിരുന്ന സമയത്തായിരുന്നു ഈ ഒരു അപകടം സംഭവിച്ചത്. ഇതാണ് ദുരന്തത്തിന്റെ വലിയ വ്യാപ്തി കൂട്ടിയത്. ഇവരെല്ലാവരും തന്നെ ഇന്നലെ രാത്രി തന്നെ ആശുപത്രിയിൽ പ്രവേശിക്കുകയായിരുന്നു. കടുത്ത പുക ശ്വസിച്ച് ശ്വാസം മുട്ടി ആണ് ആളുകൾക്ക് കൂടുതലും പരിക്ക് പറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് താഴേക്ക് ചാടിയതായ റിപ്പോർട്ടുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പരിക്കുകളും ആളുകൾക്കുണ്ട്. ഇത്തരത്തിലാണ് ആളുകളുടെ ആശുപത്രിയിൽ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. കെട്ടിടത്തിൽ നിന്ന് വീണ് പരിക്കേറ്റ ആളുകളും ശ്വാസം മുട്ടി പരിക്കേറ്റ ആളുകളുടെയും ചികിത്സയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഇതിൽ 7 പേരാണ് ഇപ്പോൾ ICU-ലുള്ളത്.